കൃഷ്ണ ഗുരുവായൂരപ്പ, പ്രിയപ്പെട്ട ശ്രീ, ഞാനും അങ്ങനെ വിളിച്ചോട്ടെ. യൂട്യൂബിൽ അക്കൗണ്ട് എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇന്നത്തെ എൻ്റെ അനുഭവം ശ്രീക്ക് വിട്ടുതരാതിരിക്കാനും എനിക്ക് കഴിയില്ല. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിനടുത്ത് മതിലകമാണ് എൻ്റെ സ്ഥലം. എൻ്റെ അച്ഛൻ ഒരു കൃഷ്ണഭക്തനായിരുന്നു. അത് കണ്ടു വളർന്ന ഞങ്ങൾ മക്കളും അതുപോലെ തന്നെയായി വളർന്നു. നന്ദന സിനിമയിലെ പോലെ കൃഷ്ണനോട് സന്തോഷം, സങ്കടം, പരിഭവം, പരാതി, ദേഷ്യം എല്ലാം തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അന്നും ഇന്നും എനിക്ക്. എപ്പോഴും സംസാരത്തിൽ എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഓർമ്മ വെച്ച കാലം മുതൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 52 വയസ്സായി. ഇന്നും അതുതന്നെ ശരണം. ഇനി അനുഭവത്തിലേക്ക് വരാം. എൻ്റെ പേര് ഷീബ. ഞാനും ഭർത്താവും ഞങ്ങളുടെ മകനും അമ്മയും ഭർത്താവിൻ്റെ അമ്മയാണ് അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. നല്ല സന്തോഷത്തോടെ പോയിരുന്ന ഞങ്ങൾ ഒരു വർഷമായിട്ട് ദുരിതക്കടലിൽ ഉലയുകയാണ്. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മാനഹാനി എന്ന് വേണ്ട എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുകയാണ് ഞങ്ങൾ. ഇങ്ങനെയൊക്കെ ദുരിതമാണെങ്കിലും എൻ്റെ കൃഷ്ണൻ്റെ വലിയൊരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് എന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. അല്ലെങ്കിൽ എൻ്റെ കുടുംബം ഇന്ന് ഇതുപോലെ ഉണ്ടാവില്ല. ഒരുപാട് അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ജൂൺ 2 ഉണ്ടായതാണ് ഇത്. ത്രിമധുരം എന്നും കേൾക്കാറുണ്ട്. എൻ്റെ ഭർത്താവിന് പെട്ടെന്ന് കിഡ്നി ഫെയിലിയറായി. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ ബ്ലാഡറിൽ ഒരു തടിപ്പ് ബയോപ്സി ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെ സ്റ്റാർട്ടിങ്. 2025 ജനുവരിയിൽ യാതൊരു പ്രശ്നവുമില്ലാതെ 76 കിലോ ബോഡി വെയ്റ്റുമായി ഗൾഫിൽ നിന്നും ഉത്സവം കൂടാൻ വന്ന മനുഷ്യൻ മാർച്ചിൽ തിരിച്ചു പോകാനെടുത്തപ്പോൾ വെറുതെ ബോഡി ചെക്കപ്പ് ചെയ്തപ്പോഴാണ് ഈ വിഷയങ്ങളെല്ലാം കണ്ടത്. പിന്നെ ചികിത്സ, ഫുഡ് കൺട്രോള്, 10 മാസം നാട്ടിൽ, ബോഡി വെയ്റ്റ് 60 കിലോ ആയി. ആള് മാനസികമായി വല്ലാത്ത ടെൻഷനിലായി. ഇതിനിടയിൽ മകൻ വിസിറ്റിംഗ് വിസയ്ക്ക് ദുബായിൽ പോയി. ഉടനെ ജോലിയും കിട്ടി. പക്ഷേ അവിടുത്തെ സ്മെല്ലും പൊടിയും പറ്റാതെ തിരിച്ചു പോരേണ്ടി വന്നു. മകന് ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് സുഖമായി വീണ്ടും ദുബായിലേക്ക് പോകാൻ കഴിയില്ല. വീണ്ടും ഒരു വർഷത്തെ വിസ എടുത്തു. ബഹറിൽ പോയി. അവിടെയാണ് ഹസ്ബൻഡ്. കഴിഞ്ഞ ഡിസംബർ 7 എത്തിയ മകന് ഫെബ്രുവരിയിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ശരിയായി. പക്ഷേ അതിലേക്ക് വിസ അടിച്ചാലേ ജോലിക്ക് കയറാൻ പറ്റൂ. അത് വൈകിക്കൊണ്ടിരുന്നു. അതിനിടയിൽ യുദ്ധം വന്നു. ആ ഹോസ്പിറ്റലിന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ആ ജോലി കിട്ടിയില്ല. വീണ്ടും ഇൻ്റർവ്യൂകൾ. മെയ് പകുതിയായപ്പോൾ 3 കമ്പനികളിൽ നിന്നും നല്ല ഓഫറുകൾ വന്നു. സാലറി ഒന്നും നോക്കണ്ട, ആദ്യം ശരിയാവുന്നതിൽ കയറാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അക്കൗണ്ടൻ്റായി ജോലി ശരിയായി. സാലറി കുറവാണെങ്കിൽ നല്ല കമ്പനിയാണ്. ഒരു സമാധാനം. ഓഫർ ലെറ്റർ കിട്ടിയിട്ട് 3 ആഴ്ചയായി. ഒരു വിവരമില്ല. ഇന്ന് വൈകിട്ട് 5 മണി കഴിഞ്ഞു. ഒരനക്കവും ഇല്ല. മകനാണെങ്കിൽ വല്ലാത്ത വിഷമം. അവൻ്റെ വിഷമം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ കൃഷ്ണനോട് നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്തിനാ കണ്ണാ ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഇന്നത്തെ അവിടുത്തെ ഓഫീസ് ടൈം കഴിയുന്നതിന് മുമ്പ് എൻ്റെ മോൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഇന്ന് തന്നെ ഉറപ്പ് കിട്ടിയിരിക്കണം കമ്പനിയിൽ നിന്നും. ആ സന്തോഷം ഇന്ന് തന്നെ ത്രിമധുരത്തിൽ അറിയിക്കാം. എന്നിട്ടേ ഞാൻ ഉറങ്ങൂ എന്ന് വാക്കും പറഞ്ഞു. 5:45 ആയപ്പോൾ മോൻ്റെ ഫോണിൽ വന്നു, വിസ പ്രൊസീജിയർ ആയി എന്ന്. എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ ഒന്നും അറിയില്ല. ഒരുപാട് കരഞ്ഞു. എൻ്റെ കൃഷ്ണൻ്റെ മുന്നിൽ ഏറെ അനുഭവങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും ഇതെന്നെ വല്ലാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. ഇത് ശ്രീയുടെ സൗകര്യം പോലെ ചുരുക്കി വായിച്ചാൽ മതി. എൻ്റെ ഒരു വർഷത്തെ കഥ ചുരുക്കി എഴുതിയാൽ പോലും ഒരു 10 പേജ് വേണ്ടിവരും. നീണ്ടുപോയിൽ ക്ഷമിച്ചിരിക്കുകയാണ്. ശ്രീ ഗോവിന്ദന് സ്കൂളിൽ പോയി തുടങ്ങിയോ? എൻ്റെ കൃഷ്ണാനുഭവങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നത് ശ്രീയുടെ വാക്കുകളിലൂടെയാണ്. ഒരുപാട് നന്ദിയുണ്ട് ശ്രീ. ഇത് എന്തായാലും വായിക്കണേ. എന്താ കഥ? ഞാൻ സ്ഥിരമായിട്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലാറുണ്ട്. കൊച്ചുനാൾ മുതലേ ഉള്ള നാമജപം ഇന്നും തുടരുന്നു. ജന്മദുരിതമാണോ അതോ സമയദോഷമാണോ ഒന്നും അറിയില്ല. ക്ഷേത്രങ്ങളും പ്രഭാഷണങ്ങളിലും ഒക്കെയാണ് ഇഷ്ടം. ഭർത്താവും മകനും ഞാനും സാധിക്കുന്നതിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതും ആണ്. ഞങ്ങളുണ്ടാക്കിയതും പോയി. കടവും കയറി. അച്ഛനും മകനും വല്ലാതെ തളർന്നു. എൻ്റെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ശ്രീ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. എന്താ കഥ? ഒന്നും പറയാനില്ല. അങ്ങനെയൊക്കെയാണല്ലേ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. തീവ്രമായിരിക്കും പലപ്പോഴും. അത് നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അത് അതിൻ്റെ ആ ഒരു അറ്റ്മോസ്റ്റ് ലെവലിലാണ് നമുക്ക് കിട്ടുക. അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. എന്താ കഥ?